2022 ഒക്ടോബർ 11 അന്നാണ് കേരളത്തെ ഞെട്ടിച്ച ഇലന്തൂർ നരബലിയെക്കുറിച്ച് പുറം ലോകമറിയുന്നത്. ഒരു കാലത്ത് എന്തു സഹായത്തിനും നാട്ടുകാർ ഓടിയെത്തിയിരുന്ന ഈ വീടും പരിസരവും ഇന്ന് നാട്ടുകാരുടെ പേടി സ്വപ്നമാണ്. ആഞ്ഞിലിമൂട്ടിൽ പാരമ്പര്യ വൈദ്യന്മാരുടെ കുടുംബമായിരുന്നു അത്. ആ കുടുംബത്തിലെ ഇളമുറക്കാരനായ ഭഗവത് സിംഗ് പിന്നീട് ഈ തറവാട്ടിന് കടകംപള്ളി എന്ന് പേരിട്ടു. എങ്കിലും പാരമ്പര്യത്തിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. നാട്ടിൽ ആർക്കെങ്കിലും ഒടിവോ ചതവോ ഉണ്ടായാൽ ഓടിയെത്തുന്നത് ഈ വീട്ടുമുറ്റത്തേക്ക് തന്നെയായിരുന്നു. അധികം സംസാരിക്കാത്ത പ്രകൃതക്കാരനായ ഭഗവത് സിംഗ് ഹൈക്കു കവിതകളും എഴുതുമായിരുന്നു. മാത്രമല്ല, ഇടതുപക്ഷക്കാരനായ അയാൾ പാർട്ടി പരിപാടികളിലും സജീവമായിരുന്നു. അയാളെക്കുറിച്ച് ആർക്കും യാതൊരു പരാതികളുമില്ലായിരുന്നു. എന്നാൽ നാട്ടുകാർക്കിടയിൽ ഭഗവത് സിംഗിനുണ്ടായിരുന്ന ക്ലീൻ ഇമേജ് മാറിയത് പെട്ടെന്നൊരു ദിവസമായിരുന്നു. ഐശ്വര്യമുണ്ടാകാനെന്ന പേരിൽ ഇലന്തൂരിൽ 2 സ്ത്രീകളെ നരബലിക്കിരയാക്കി എന്ന വാർത്ത പുറം ലോകമറിഞ്ഞതോടെ ഭഗവത് സിംഗിൻ്റെയും ഭാര്യ ലൈലയുടെയും യഥാർത്ഥ മുഖം ആ നാട് തിരിച്ചറിഞ്ഞു. കൊച്ചി പൊന്നുരുന്നി പഞ്ചവടി കോളനിയിലെ 52കാരി പത്മത്തെയും കാലടി മറ്റൂരിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ആലപ്പുഴ കൈനടി സ്വദേശിനിയായ 49കാരി റോസ്ലിയെയും പണവും മറ്റ് പ്രലോഭനങ്ങളും നൽകി ഇലന്തൂരിലെത്തിക്കുകയായിരുന്നു. പിന്നീട് മുഹമ്മദ് ഷാഫി എന്ന വ്യാജ മാന്ത്രികനുമായി ചേർന്ന് ഇവരെ അതിദാരുണമായി കൊലപ്പെടുത്തി. കഴുത്തറുത്താണ് കൊലപാതകങ്ങൾ നടത്തിയത് എന്ന് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. ഈ സ്ത്രീകളെ കൊലപ്പെടുത്തിയതിനു ശേഷം അവരുടെ ശരീരഭാഗങ്ങൾ ഭഗവത് സിംഗും ലൈലയും മുഹമ്മദ് ഷാഫിയും പാചകം ചെയ്തു കഴിച്ചു. ബാക്കി വന്ന മൃതദേഹാവശിഷ്ടങ്ങൾ വീടിന് സമീപത്ത് തന്നെ കുഴിച്ചുമൂടി. തലയെറുത്ത ശേഷം രക്തം പാത്രത്തിൽ ശേഖരിച്ച് വീട് ശുദ്ധീകരിക്കാൻ പല ഭാഗങ്ങളിൽ തളിക്കാൻ നിർദ്ദേശം നൽകിയ മുഹമ്മദ് ഷാഫി പ്രതിഫലമായി 2.5 ലക്ഷം രൂപയും ഭഗവത് സിംഗിൽ നിന്ന് കൈക്കലാക്കി. തിരുവിതാംകൂറിലെ മാതൃകാ ഗ്രാമം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച നാട്. ക്ഷേത്രപ്രവേശന വിളംബരത്തിന് മുമ്പ് തന്നെ പിന്നാക്ക ജാതിക്കാർക്കായി ക്ഷേത്രങ്ങളുടെ വാതിലുകൾ തുറന്നിട്ട നാട്. പടയണിയുടെ ഈറ്റില്ലങ്ങളിലൊന്നായ ഇല്ലങ്ങളുടെ ഊര്. 1000 വർഷത്തിലധികം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന പരിയാരം ധന്വന്തിരി ക്ഷേത്രത്തിൻ്റെ നാട്. കായംകുളം കൊച്ചുണ്ണിയുടെ പ്രതിഷ്ഠയുള്ള ഇടപ്പാറ മലയുടെ നാട്. മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലിൻ്റെ ജന്മനാട്. 2 കൊല്ലം മുൻപ് വരെ ഇലന്തൂർ എന്ന നാടിനെക്കുറിച്ച് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ഓടിയെത്തിയിരുന്നത് ഇതൊക്കെയായിരുന്നു. എന്നാൽ 2 കൊല്ലത്തിനിപ്പുറം കഥ മാറി. ഇപ്പോൾ ഇലന്തൂർ എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലേക്ക് ഭീതിയോടെ ഓടിയെത്തുന്നത് നരബലിയെക്കുറിച്ചാണ്. മനുഷ്യരൂപം പൂണ്ട 3 കാട്ടാളന്മാർ മഹത്തായ ഒരു നാടിനെയൊന്നാകെ കളങ്കപ്പെടുത്തിയിരിക്കുന്നു. 2022 ഒക്ടോബർ 9 രാത്രിയോടെ ഭഗവത് സിംഗിൻ്റെ അയൽക്കാരനായ ജോസിൻ്റെ ഫോണിലേക്ക് പോലീസിൻ്റെ വിളി വരുന്നു. അയൽക്കാരനായ ഭഗവത് സിംഗിൻ്റെ വീട്ടിൽ ഇടയ്ക്കിടെ ഒരു സ്കോർപിയോ വന്നു പോകുന്നുണ്ടോ എന്നാണ് അവർക്കറിയേണ്ടിയിരുന്നത്. അങ്ങനെയൊരു വാഹനം പലപ്പോഴും തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ജോസ് മറുപടി നൽകുകയും ചെയ്തു. അതോടെ ജോസിൻ്റെ വീടിന് മുന്നിലെ CCTV ദൃശ്യങ്ങൾ നൽകാൻ പോലീസ് ആവശ്യപ്പെട്ടു. ഈ ഫോൺ വന്നു കഴിഞ്ഞ് കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും ഭഗവത് സിംഗ് ജോസിൻ്റെ വീട്ടിലെത്തി. പോലീസിന് ആരാണ് തൻ്റെ നമ്പർ നൽകിയത് എന്ന സംശയം ജോസ് ഉന്നയിച്ചപ്പോൾ താനാണ് നമ്പർ നൽകിയതെന്ന് ഭഗവത് സിംഗ് പറഞ്ഞു. കുറച്ചുനേരം സംസാരിച്ച ശേഷം ഭഗവത് സിംഗ് മടങ്ങിപ്പോവുകയും ചെയ്തു. പോലീസ് എന്താണ് ചോദിച്ചതെന്നും ജോസിൻ്റെ വീട്ടിലെ CCTV ക്യാമറയിൽ റോഡിൽ കൂടി പോകുന്ന എല്ലാ വാഹനങ്ങളുടെയും ദൃശ്യങ്ങൾ പതിയുമോ എന്നുമായിരുന്നു ഭഗവത് സിംഗിന് അറിയേണ്ടിയിരുന്നത്. സാധാരണ ദിവസങ്ങളിൽ തിരുമാനും മറ്റുമായി ഭഗവത് സിംഗിൻ്റെ വീട്ടിലേക്ക് ആളുകൾ എത്തുമായിരുന്നു. 9 മണിയോടുകൂടി ആളുകളൊക്കെ പോയി കഴിഞ്ഞതിനു ശേഷമാണ് ഭഗവത് സിംഗും ഭാര്യ ലൈലയും സാധാരണയായി പുറത്തു പോകാറുള്ളത്. എന്നാൽ പതിവിന് വിപരീതമായി അന്ന് രാവിലെ 7 മണിക്ക് തന്നെ പുറത്തേക്ക് പോകാൻ ബൈക്ക് തയ്യാറാക്കി ഭഗവത് സിംഗ് വീടിന് മുന്നിൽ കൊണ്ടുവച്ചു. തങ്ങളെ തേടി പോലീസ് എത്തുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു തയ്യാറെടുപ്പ് ഭഗവത് സിംഗ് നടത്തിയത്. എന്നാൽ അയാളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് അപ്പോഴേക്കും പോലീസ് സ്ഥലത്തെത്തി. ഭഗവത് സിംഗിൻ്റെ നീക്കങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് വീടിൻ്റെ കുറച്ചകലെയായി നിർത്തിയിട്ടിരുന്ന പോലീസ് വാഹനം അപ്പോഴേക്കും വീടിൻ്റെ മുറ്റത്തെത്തി. 11 മണിയായപ്പോഴേക്കും ഭഗവത് സിംഗിനെയും ലൈലയെയും വാഹനത്തിൽ കയറ്റി പോലീസ് വാഹനം പുറത്തേക്ക് പോയി. ആർക്കും യാതൊരു ശല്യവുമില്ലാത്ത ഈ പാവങ്ങളെ എന്തിനാണ് പോലീസ് കൊണ്ടുപോയതെന്നായിരുന്നു നാട്ടുകാരുടെ സംശയം. പുറത്തുപോയ പോലീസ് വാഹനം മടങ്ങിയെത്തി 2 പോലീസുകാരെ അവിടെ ഇറക്കിയതിനു ശേഷം മടങ്ങിപ്പോയി. പിറ്റേന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ആദ്യം മുഹമ്മദ് ഷാഫിയെയും പിന്നാലെ ഭഗവത് സിംഗിനെയും ലൈലയെയും സ്ഥലത്തെത്തിച്ചപ്പോഴാണ് നാടിനെ നടുക്കിയ നരബലിയെക്കുറിച്ച് നാട്ടുകാരറിയുന്നത്. നാട്ടുകാർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത സംഭവങ്ങളാണ് പിന്നീട് ഇലന്തൂരിൽ അരങ്ങേറിയത്. ആദ്യത്തെ ആഴ്ചകളിൽ പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരുമൊക്കെ ഊണും ഉറക്കവും കളഞ്ഞ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. 2 ആഴ്ച കൊണ്ട് അന്വേഷണത്തിൻ്റെ നടപടികൾ പൂർത്തിയായി.
എന്നിട്ടും നരബലി നടന്ന വീട് കാണാനായി നാനാഭാഗങ്ങളിൽ നിന്നുള്ളവർ പിന്നെയും മാസങ്ങളോളം ഇലന്തൂരിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. തെക്ക് തിരുവനന്തപുരം മുതൽ വടക്ക് കാസർഗോഡ് വരെ നിന്നുള്ളവർ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. സംഭവം പുറത്തറിഞ്ഞ് 3 മാസത്തോളം ഈ ഒഴുക്ക് തുടരുകയും ചെയ്തു. ഇതിനിടയിൽ തൊണ്ടി മുതലുകൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായി നരബലി നടത്താൻ ഉപയോഗിച്ച കട്ടിലും പത്മത്തിൻ്റെയും റോസ്ലിൻ്റെയും ശരീരഭാഗങ്ങൾ സൂക്ഷിച്ചിരുന്ന ഫ്രിഡ്ജും ശരീരഭാഗങ്ങൾ പാചകം ചെയ്ത പാത്രങ്ങളും ഉൾപ്പെടെ പോലീസ് കൊണ്ടുപോയി. ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ കാണാതായെന്ന പരാതി കിട്ടിയാൽ അവർ നാട്ടിലേക്ക് മടങ്ങിപ്പോകുകയോ മറ്റെവിടേക്കെങ്കിലും മാറിപ്പോകുകയോ ചെയ്തിട്ടുണ്ടാകാമെന്ന നിഗമനത്തിൽ പോലീസ് എത്താറുണ്ട്. എന്നാൽ പത്മത്തിനെ കാണാതായെന്ന പരാതി കിട്ടിയപ്പോൾ തന്നെ അതിലെന്തോ അസ്വാഭാവികത പോലീസ് മണത്തു. അവരുടെ പണവും ആഭരണങ്ങളും നഷ്ടപ്പെട്ടിട്ടുള്ളത് കൊണ്ടുതന്നെ ആരെങ്കിലും അവരെ അപായപ്പെടുത്തിയിട്ടുണ്ടാകാം എന്ന സംശയം ആദ്യം തന്നെ പോലീസിന് തോന്നി. എന്നാൽ അന്വേഷണത്തിനിടയിൽ പുറത്തു വന്ന കാര്യങ്ങൾ പോലീസിനെ തന്നെ ഞെട്ടിച്ചു. പഴുതുടച്ചുള്ള അന്വേഷണമാണ് തുടക്കം മുതൽ തന്നെ പോലീസ് നടത്തിയത്. പത്മത്തിൻ്റെ ഫോൺ കോളുകൾ പിന്തുടർന്ന് പോലീസ് എത്തിയത് മുഹമ്മദ് ഷാഫിയിലേക്കായിരുന്നു. ഷാഫിയുടെ മൊഴിയോടൊപ്പം അയാളുടെ സ്കോർപിയോ വാഹനം പത്മവുമായി സഞ്ചരിച്ച CCTV ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകൾ പോലീസിനെ ഇലന്തൂരിലെ ഭഗവത് സിംഗിൻ്റെ വീട്ടിലെത്തിച്ചു. ഒരു തിരോധാന കേസിൽ അന്വേഷണം തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരെ കാത്തിരുന്നത് ചോര മരവിപ്പിക്കുന്ന വിവരങ്ങളായിരുന്നു. പത്മത്തെ അന്വേഷിച്ചിറങ്ങിയ പോലീസിന് റോസ്ലിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കൂടി ഭഗവത് സിംഗിൻ്റെ വീടിൻ്റെ പരിസരത്തു നിന്ന് കിട്ടി. മുഹമ്മദ് ഷാഫിയുടെ മൊഴിയിൽ നിന്നാണ് ഭഗവത് സിംഗിലേക്കും ലൈലയിലേക്കും പോലീസ് എത്തുന്നത്. എന്നാൽ പിന്നീട് അവരിൽ നിന്നാണ് റോസ്ലിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. സാമ്പത്തിക അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും സമീപിക്കുക എന്ന ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മുഹമ്മദ് ഷാഫിയും ഭഗവത് സിംഗും പരിചയത്തിലാകുന്നത്. തുടർന്ന് പൂജ ചെയ്യാനായി ഭഗവത് സിംഗിൻ്റെ വീട്ടിലെത്തിയ മുഹമ്മദ് ഷാഫി കാര്യസാധ്യമുണ്ടാകണമെങ്കിൽ നരബലി നടത്തണമെന്ന് നിർദ്ദേശിച്ചു. നരബലിക്കായി ഇരകളെ കണ്ടെത്തിയതും മുഹമ്മദ് ഷാഫിയാണ്. 2022 ജൂണിലായിരുന്നു ആദ്യത്തെ നരബലി. റോസ്ലിനെ ഭഗവത് സിംഗിൻ്റെ വീട്ടിലെത്തിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തി. കൊല നടത്തിയതിനു ശേഷം മുഹമ്മദ് ഷാഫി സ്ഥലം വിട്ടു. പിന്നീട് റോസ്ലിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ മറവ് ചെയ്തത് ഭഗവത് സിംഗും ലൈലയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ റോസ്ലിൻ്റെ മൃതദേഹം മറവു ചെയ്ത സ്ഥലത്തെക്കുറിച്ചുള്ള ധാരണ മുഹമ്മദ് ഷാഫിക്കില്ലായിരുന്നു. പത്മത്തെ കുഴിച്ചുമൂടിയ സ്ഥലം മുഹമ്മദ് ഷാഫി പോലീസിന് കാട്ടിക്കൊടുത്തെങ്കിലും റോസ്ലിനെ കുഴിച്ചിട്ട സ്ഥലം അയാൾക്കറിയില്ലായിരുന്നു. വീടിന് പുറത്തെ അലക്കുകല്ലിനോട് ചേർന്നായിരുന്നു പത്മത്തിൻ്റെ ശരീരാവശിഷ്ടങ്ങൾ കുഴിച്ചിട്ടത്. ആദ്യത്തെ നരബലി ഫലം കണ്ടില്ലെന്ന് ഭഗവത് സിംഗ് പരാതിപ്പെട്ടതോടെ രണ്ടാമതൊരു നരബലി കൂടി നടത്താൻ മുഹമ്മദ് ഷാഫി നിർദ്ദേശിച്ചു. അങ്ങനെയാണ് സെപ്റ്റംബർ 26-ാം തീയതി പത്മത്തെ ഇലന്തൂരിലെത്തിച്ചതും അന്നു തന്നെ കൊലപ്പെടുത്തിയതും. കേസിൻ്റെ അന്വേഷണ നടപടികളും തെളിവ് ശേഖരിക്കലുമൊക്കെ ഇതിനകം തന്നെ പോലീസ് പൂർത്തിയാക്കി കഴിഞ്ഞു. ഇനി കോടതി നടപടികൾ മാത്രമാണ് ബാക്കിയുള്ളത്. അറസ്റ്റിലായ 3 പേർക്കുമല്ലാതെ മറ്റാർക്കും കുറ്റകൃത്യത്തിൽ പങ്കില്ല എന്നാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. നീലേറ്റുപുറത്ത് ഒരു മൃതദേഹം മറവു ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് സോമനെ തേടി പത്തനംതിട്ടയിൽ നിന്ന് പോലീസിൻ്റെ വിളി വരുന്നത്. എത്രയും പെട്ടെന്ന് പത്തനംതിട്ടയിൽ എത്താനാണ് പോലീസ് ആവശ്യപ്പെട്ടത്. അപ്പോൾ തന്നെ സോമൻ പത്തനംതിട്ടയിലേക്ക് പുറപ്പെട്ടു. കോഴഞ്ചേരിയിലെത്തിയപ്പോൾ ഒന്നുകൂടി വിളിച്ച് എത്തേണ്ട കൃത്യസ്ഥലം അയാൾ മനസ്സിലാക്കി. സംഭവസ്ഥലത്തെത്തിയ സോമൻ കണ്ടത് വീടിൻ്റെ മുൻവശത്ത് നിന്ന് 25 മീറ്ററോളം മാറി കുറച്ചധികം ഭാഗത്ത് മഞ്ഞൾ നട്ടിരിക്കുന്നതാണ്. ആ ഭാഗത്താണ് മൃതദേഹം കുഴിച്ചിട്ടിരിക്കുന്നത് എന്നാണ് പോലീസ് അറിയിച്ചത്. അയാൾ കൈകൊണ്ട് മണ്ണിൽ പതിയെ അമർത്തി കുഴിയുടെ സ്ഥാനം കൃത്യമായി മനസ്സിലാക്കി. പിന്നീട് അവിടെ കുഴി തുടങ്ങി. വലിയ കല്ലുകളും കുപ്പിച്ചില്ലുകളും കുമ്മായവും അടക്കം പല സാധനങ്ങളും ആ കുഴിക്കുള്ളിലുണ്ടായിരുന്നു. അതെല്ലാം നീക്കി കുറച്ചുകൂടി താഴേക്ക് ചെന്ന സോമൻ മൃതദേഹാവശിഷ്ടത്തിൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചു. മൃതദേഹത്തിൻ്റെ 56 കഷണങ്ങൾ അയാൾ ആ കുഴിയിൽ നിന്ന് കണ്ടെത്തി. പിന്നീട് അയാൾ വീടിന് സമീപത്ത് രണ്ടാമത്തെ കുഴിയെടുക്കാൻ തുടങ്ങി. 4 അടി കുഴിച്ചപ്പോൾ തന്നെ അസ്ഥി കഷണങ്ങൾ കിട്ടിത്തുടങ്ങി. രാത്രി 7:45 ഒരു കൈയും ഉടലും കാലുകളും കണ്ടെത്തി. പിന്നീട് ഒരു വാനിറ്റി ബാഗും ചെരിപ്പും പേഴ്സും കുടയും ദ്രവിച്ച വസ്ത്രഭാഗങ്ങളും ആ കുഴിയിൽ നിന്ന് കണ്ടെത്തി. ഭഗവത് സിംഗിൻ്റെ തിരുമൽ കേന്ദ്രത്തിനടുത്ത് കുഴിച്ചപ്പോഴാണ് രണ്ടാമത്തെ കൈയുടെ ഭാഗവും കുറച്ച് വസ്ത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും കിട്ടിയത്. മറ്റൊരിടത്തു നിന്ന് ശരീരഭാഗവും കണ്ടെത്തി. അപ്പോഴേക്കും രാത്രി 8 മണിയായി കഴിഞ്ഞിരുന്നു. ഒരുപാട് മൃതദേഹങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള സോമൻ ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു കാര്യം കണ്ടെത്തി. മൃതദേഹ ഭാഗങ്ങളിൽ ചിലത് നഷ്ടപ്പെട്ടിരിക്കുന്നു. പിന്നീട് ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു. ശരീരഭാഗങ്ങൾ മുറിച്ചുമാറ്റിയ പ്രതികൾ കറിവെച്ച് കഴിച്ചു എന്നായിരുന്നു അത്. പ്രതികൾ അറസ്റ്റിലായി 89ാമത്തെ ദിവസം തന്നെ പെരുമ്പാവൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കൊലപാതകം, കൂട്ടബലാത്സംഗം, കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയുള്ള തട്ടിക്കൊണ്ടുപോകൽ, മനുഷ്യക്കടത്ത്, മൃതദേഹത്തിനോടുള്ള അനാദരവ്, മോഷണം, തെളിവ് നശിപ്പിക്കൽ, കുറ്റകരമായ ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്.
അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്നും മനുഷ്യമാംസം വിൽപ്പന നടത്തിയാൽ നല്ല വില കിട്ടുമെന്ന് മുഹമ്മദ് ഷാഫി പറഞ്ഞതായും കുറ്റപത്രത്തിൽ പറയുന്നു. 3000 പേജുള്ള കുറ്റപത്രത്തിൽ 200-ൽ പരം സാക്ഷികളും 130-ലധികം രേഖകളും 50-ലേറെ തൊണ്ടിമുതലുകളും 60-ലേറെ മഹസ്തർ രേഖകളുമുണ്ട്. ദൃക്സാക്ഷികളില്ലാത്ത കേസാണെങ്കിലും സാക്ഷിമൊഴികളും ഡിജിറ്റൽ തെളിവുകളും കേസിന് ബലം നൽകുമെന്നാണ് പോലീസിന്റെ വിശ്വാസം. കടവന്ത്രയിലെ ലോട്ടറി വിൽപ്പനക്കാരായ സ്ത്രീകൾ നൽകിയ മൊഴികളാണ് അന്വേഷണത്തിൽ നിർണായകമായത്. മുഹമ്മദ് ഷാഫി പലതരത്തിലുള്ള പ്രലോഭനങ്ങളുമായി തങ്ങളെയും സമീപിച്ചിരുന്നു എന്നായിരുന്നു അവരുടെ മൊഴികൾ. കേസിലെ 3-ാം പ്രതി ലൈലയുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്: സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ക്രൂരതയാണിത്. മനുഷ്യ സമൂഹത്തിന് തന്നെ അപമാനമാണിത്. ആരോപണം തെളിഞ്ഞാൽ സംസ്കാര സമ്പന്നമായ സമ്പൂർണ്ണ സാക്ഷരതയുള്ള ദൈവത്തിൻ്റെ സ്വന്തം രാജ്യത്തിനേൽക്കുന്ന കനത്ത പ്രഹരമായിരിക്കും. പ്രതിയെ ജാമ്യത്തിൽ വിടുന്നത് സമൂഹത്തിൻ്റെ സമാധാനത്തെ ബാധിക്കും. അവരുടെ സാന്നിധ്യം തന്നെ ഭീതി പരത്തും. ഇവരെ മനുഷ്യർ എന്ന് വിളിക്കാൻ പോലും കഴിയില്ല. ഇതായിരുന്നു കോടതിയുടെ നിരീക്ഷണം. റോസ്ലിനെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് അവരുടെ നഗ്ന ചിത്രങ്ങൾ ഫോണിൽ പകർത്തിയതും കൊലപ്പെടുത്തിയതിനു ശേഷം ശരീരഭാഗങ്ങൾ പാചകം ചെയ്തതും ലൈലയാണ് എന്നതിൻ്റെ തെളിവുകളും കേസിൽ ലൈലയുടെ പങ്ക് വ്യക്തമാക്കുന്ന വാട്സാപ്പ് ചാറ്റുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പോലീസ് കുറ്റപത്രം സമർപ്പിച്ചതോടെ വിചാരണ കാത്ത് വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിൽ കഴിയുകയാണ് പ്രതികൾ 3 പേരും. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവാണ് ഇലന്തൂർ നരബലി കേസ്. അപൂർവങ്ങളിൽ അപൂർവമാണ് ഇതെന്ന് കുറ്റപത്രത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രതികളെ കാത്തിരിക്കുന്നത് തൂക്കുമരമാണോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.